ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ ചേച്ചീനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. ഓക്കെ, അച്ഛനും ചേച്ചിയും ബസ്സിൽ പോയിട്ടുണ്ട്. ഞാൻ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോൾ ചേച്ചീനെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി റെസ്റ്റ് റൂമിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് റൂമിൽ പിന്നെ എന്താ പറയുക, വെള്ളം വാങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം വാങ്ങാൻ വേണ്ടി ഇറങ്ങി. വെള്ളം വാങ്ങാൻ നോക്കിയപ്പോൾ പിന്നെ വെള്ളം വാങ്ങി കൊടുത്തതിന് ശേഷം പിന്നെ അച്ഛൻ പറഞ്ഞു വേറെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. പിന്നെ ചേച്ചിക്ക് എന്തൊരു സംശയം, എന്തോ ഒന്ന് വാങ്ങാൻ മറന്നുപോയല്ലോ എന്ന്. അപ്പം അങ്ങനെ അടുത്തത് ലേസിലേക്ക് പോയി. ലേസ് മേടിച്ചു. ഇനിയിപ്പം ഫ്രണ്ടിനെയും കാത്ത് നിൽക്കാന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിന്നു. കുറച്ച് നേരം അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചേച്ചീനെ നമ്മൾ എന്ത് വെച്ചാൽ റെസ്റ്റ് റൂമിൽ കൊണ്ടാക്കി. അപ്പം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എന്താ പറയുക, രാത്രി 2 മണിക്കൊക്കെയാണ് ഇവർക്ക് ട്രെയിനിലുള്ളത്. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ടാറ്റയും കൊടുത്ത് നമ്മൾ പറഞ്ഞയച്ചു. എന്തായാലും ഞങ്ങൾ രാത്രി ഒരു 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ലേറ്റ് ആയതല്ലേ, അപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ബീച്ചിൽ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. കല്ലുമ്മക്കായൊക്കെ ഒരു പറയാം, മസാല കല്ലുമ്മക്കായി, അങ്ങനെ പല ടൈപ്പ് ഓഫ് കല്ലുമ്മക്കായി കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പോയിട്ട് കഴിക്കണം, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് 2 മസാല കല്ലുമ്മക്കായി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. ആദ്യം അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കുറച്ചുകൂടി കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം ബീച്ചിൽ അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എന്താ പറയുക, കുറേ ആയി കോഴിക്കോടൊക്കെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമൊക്കെ കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് അച്ഛൻ്റെ കൂടെ കുറച്ച് അങ്ങനെ ടൈം നിന്നു. ഓക്കെ, അങ്ങനെ നമ്മളെ സാധനം ഇതാണ്, കഴിച്ചോക്കാം. കൊള്ളാം. അങ്ങനെ നമ്മൾ കോഴിക്കോട് എന്താ പറയുക, ജസ്റ്റ് ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും പോയപ്പോൾ ഒരുപാട് പുതിയ കച്ചവടക്കാരും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ പുതിയ ട്രെൻഡിലാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ കാണാനായിട്ട് സാധിച്ചു. എന്താ പറയുക, എല്ലാ ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കോഴിക്കോട് പറ്റുന്ന ഫുഡ് ട്രൈ ചെയ്ത് പറ്റുന്ന വഴിക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ മിൽക്ക് സർബത്ത് കുടിക്കുന്ന കടയിൽ നിർത്തി എൻ്റെ അച്ഛനോട് 2 മിൽക്ക് സർബത്ത് കുടിച്ചു. അങ്ങനെ അച്ഛനെ കംപ്ലീറ്റ് ഹാപ്പി ആക്കി ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. താങ്ക് യു.